മാം അതുപോലെ കണ്ടുവരുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് നമ്മൾ മുല കൂട്ടി കഴിയുമ്പോൾ അതിൻ്റെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ ഗ്യാസ് ആ ഒരു ഇത് ഒരു എമ്പക്കം അങ്ങനെയുള്ള കാര്യം പോകാതെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ മരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പം എന്തൊക്കെയായിരിക്കണം ഒരു അമ്മ ആദ്യമായിട്ടൊരു അമ്മയാകുന്ന ഒരാൾ ചിലപ്പം അറിയത്തില്ലായിരിക്കും. അപ്പൊ അവരെന്തൊക്കെയായിരിക്കണം ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കുഞ്ഞിനെ ഒന്ന് ഈ ഒരു ഒരു കുഞ്ഞിന്റെ വളർച്ച തുടക്കമല്ലേ, അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളൊന്ന് ആ ഒരു സമയത്ത് കുഞ്ഞിനെ ഒന്ന് പരിചരിക്കേണ്ടത്? മീൻസ് ആദ്യമായിട്ട് മദർ ആവുമ്പോഴത്തേക്ക് എന്തായാലും മദർ ഒറ്റയ്ക്കായിരിക്കത്തില്ല മിക്കപ്പോഴും കിടക്കുന്നത്, കൂടെ ഒരു അമ്മയോ ബൈസ്റ്റാൻഡറോ ആരെങ്കിലും ഒരാൾ കാണും. എന്നാലും കിടക്കുമ്പോഴത്തേക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉറങ്ങി പോവാതെ ശ്രദ്ധിക്കുക. നിപ്പിൾസ് നല്ലോണം കുഞ്ഞിന്റെ വായിലോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എപ്പോഴും ഒന്ന് നമ്മൾ അതിന്റെ നോസ് മീൻസ് നോസ്ട്രില് എന്താ പറയുന്ന ഒരു ബ്ലോക്ക് ആവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഫീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ പെട്ടെന്ന് താഴ്ത്താതിരിക്കുക, നൂത്ത് തന്നെ എടുക്കുക, നല്ലോണം ബർപ്പിംഗ് കൊടുക്കുക. പിന്നെ കുഞ്ഞിന്റെ വായിൽ അഥവാ പാലുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ തട്ടി കുഞ്ഞിന് അത് ഇറക്കാനുള്ളൊരു ഇത് കൊടുക്കുക. മീൻസ് കുഞ്ഞിന്റെ പാല് അഥവാ അത് ഇറക്കിയില്ലെങ്കിൽ അത് ജസ്റ്റ് കൈയിട്ടെങ്കിലും പുറത്തോട്ട് കളയാൻ നോക്കുക. പിന്നെ കിടത്തി കുഞ്ഞ് ഉറങ്ങുമ്പോഴത്തേക്ക് ചുറ്റിനുമുള്ള തുണികളൊന്നും കുഞ്ഞിന്റെ മുഖത്തോട്ട് വീഴാത്ത കണക്ക് ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും കുഞ്ഞടുത്ത് കിടക്കുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണം. അതെ, നമ്മൾ 1 hour അല്ലെങ്കിൽ 2 hour ഇടയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുഞ്ഞിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വരുത്തണം. പിന്നെ ഫീഡ് ചെയ്യുമ്പോൾ ബർപ്പ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, അതാണ് ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞിന് ചെറിയ രീതിക്കുള്ള കഫക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊന്ന് കെയർ കൊടുക്കണം. പിന്നെ അതേ കണക്ക് തന്നെ കുഞ്ഞിന് ചെറിയ പനിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴും കുഞ്ഞിന്റെ ചുണ്ട് റെഡ് ആവുന്നതെന്ന് ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പിന്നെ അധികം കുഞ്ഞിനെ സ്ട്രേഞ്ചേഴ്സിനോട്ട് എടുക്കുന്നത് അവോയ്ഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം ഇപ്പൊ നമുക്കറിയാം RSV പോലത്തെ ഒക്കെ അസുഖങ്ങളുണ്ട്. അപ്പം ഒരു റെസ്പിറേറ്ററി അസുഖങ്ങളാണ് ഇതൊക്കെ. അപ്പം എടുത്ത് ഉമ്മ കൊടുക്കുക, അധികം ഔട്ട്സൈഡേഴ്സിൽ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. മാക്സിമം കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് വരുന്നത്.